പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും അവരവരുടേതായ ചില ജീവിത ശൈലിയുണ്ട്. ആർക്കും എന്ത് വേണോ ചെയ്യാം. പക്ഷെ പ്രത്യേക രീതിയിൽ ചില ചിട്ടകളുള്ള വ്യക്തികൾക്ക് ആ രീതി കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ഇഷ്ടം. നമ്മുടെ മിനിസ്റ്റർ ബിന്ദുകൃഷ്ണ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉദ്ദേശമുള്ള ഒരാൾ വന്നാൽ ഇതല്ല എന്റെ പ്രതികരണം. നമ്മളപ്പോ എന്താ പറയാ, അതങ്ങനെയല്ല. ഇത് സ്നേഹത്തെ ഉള്ള പ്രതികരണം. എനിക്ക് ഉചിതമെന്ന് തോന്നിയാൽ ഓക്കെ പ്രൊസീഡ് ചെയ്യാം. എനിക്ക് ഉചിതമല്ല. ഇത്തരം ആർക്ക് വേണമെങ്കിലും ഇത്തരം കാര്യം ഇതൊന്നും ഓരോരുത്തരുടെ ജീവിതശൈലിയാണ്. എനിക്ക് എൻ്റെതായ ഒരു ജീവിതശൈലിയുണ്ട്. അത് അന്നും എന്നും എൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലൂടെ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ അത് സമൂഹത്തിന് ദോഷമല്ലാത്ത ശൈലി ആണ് ഫോളോ ചെയ്യുന്നതല്ലേ. സമൂഹത്തിന് ദോഷമുള്ളൊന്നും ഒരു ശൈലിയും ഒരു ഇഷ്ടവും എനിക്കില്ല. അപ്പോൾ അത്തരം ഒരു തീർച്ചയായും ശരിയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് കഴിച്ചു കാലം തൊട്ട് ഞാൻ കഴിച്ച് യൂണിറ്റ് ഭാരമായിരിക്കും അദ്ദേഹത്തെ കാണുന്നത്. അന്ന് അദ്ദേഹം നേതാവാണ്. ആരോടും ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു എനിക്കൊരു ലിമിറ്റുണ്ട്. അതാണ്, വേറെ ഒന്നുമല്ല. ലിമിറ്റ് ഇല്ലാതെ ഒരാൾക്കാകാം, അത് അവർക്കാവും. പക്ഷെ എനിക്ക് ഇതാണ് താല്പര്യം. എനിക്ക് ഇഷ്ടമായത് അത് ക്യാമറ ഉണ്ടായാലും ക്യാമറ ഇല്ലെങ്കിലും എൻ്റെ നിലപാട്. മാഡം പറഞ്ഞത് ശരിയല്ലേ? അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ആർക്കും ഇടപെടാൻ അധികാരമില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ എപ്പോഴും ഏത് കാര്യത്തിലും ഒരു മയക്കം പിടിച്ച് അവരുടെ മുമ്പിൽ ചെന്നാലും അവരുടെ ഉത്തരം വ്യത്യസ്തമായിരിക്കും. മാഡം പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ ചില ചിട്ടകളുണ്ട്. ഒരാളിനെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് അവരവർ വേണം തീരുമാനിക്കാൻ, അല്ലാതെ മറ്റുള്ളവരല്ല. ഇപ്പോൾ ഒരാൾ നമ്മുടെ ഇഷ്ടമില്ലാതെ നമ്മുടെ ശരീരത്തിൽ തൊടുന്നത് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തൊട്ടാൽ മതി. പക്ഷേ ഈ വരുന്ന വ്യക്തി ചിലപ്പം മോശമായിട്ടായിരിക്കില്ല വരുന്നത്. പക്ഷേ അത് സ്വീകരിക്കാൻ നമുക്ക് തയ്യാറല്ലെങ്കിൽ അത് സാരമില്ല. അത് നമുക്ക് തയ്യാറല്ലാതെ നമ്മളവിടെ പ്രതികരിച്ചാൽ മതി. അതിനെ എന്നെ എടുത്തിട്ട് ആഘോഷിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അത് അവരുടെ ഇഷ്ടപ്രകാരം ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ ഒക്കെ കാലത്ത് വെള്ളാപ്പള്ളിയോടുള്ള സമീപനമൊക്കെ കോൺഗ്രസ് വലിയ തരത്തിൽ വിമർശിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. മറുപടി ഇല്ലേ മിസ്റ്റർ? കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ ഒക്കെ കാലത്ത് വെള്ളാപ്പള്ളിയോടുള്ള സമീപനമൊക്കെ കോൺഗ്രസ് വലിയ തരത്തിൽ വിമർശിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. മറുപടി ഇല്ലേ? ശരിക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു ചെല്ലുന്നതിന് ആർക്കും അധികാരമില്ല. ഒരു വ്യക്തിയെ തൊഴണോ, ആ മനുഷ്യനെ ആദരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അപ്പോൾ അവർ ഒരു വ്യക്തിയെ തൊഴുതു എന്ന് കരുതി ആർക്കും അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നമുക്കേ അറിയാവൂ. അവിടെ രാഷ്ട്രീയം കാണുന്നത് ശരിയല്ല. എതിർ പാർട്ടിയിലുള്ള വ്യക്തി ആയിരുന്നാൽ പോലും നമുക്ക് സംസാരിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നതിലും തെറ്റില്ല. നമ്മൾ എല്ലായിടത്തും താഴ്മ ധരിക്കേണ്ടവരാണ്. എവിടെ താഴ്മ ധരിച്ചോ അവിടെ മാത്രമേ അനുഗ്രഹം ഉണ്ടാവൂ. താഴ്ന്ന നിലത്തെ നീരോടുകയുള്ളൂ. അപ്പോൾ എന്തിനും ഏതിനും ഒരു വിനയം ആവശ്യമാണ്. നമ്മൾ നമ്മുടെ മുതിർന്ന ആൾക്കാരോട് നമ്മളൊരു പുതിയ സ്ഥാനത്തേക്ക് പോകുമ്പോൾ അവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അവർ ഏത് പാർട്ടി എന്ത് പാർട്ടിയോ, വ്യക്തിപരമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ്. അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നതും അവരവരുടെ ഇഷ്ടപ്രകാരമാണ്. അപ്പോൾ അതൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല.